രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന കാസർഗോഡ് ജില്ലാതല പ്രദർശന വിപണന മേള സമാപിച്ചു. കഴിഞ്ഞ 7 ദിവസങ്ങളിലായി കാലിക്കടവിൽ സംഘടിപ്പിച്ച മേള സേവന മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധേയമായി. സമാപന സമ്മേളനം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 21-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത മേളയിൽ കഴിഞ്ഞ 7 ദിവസങ്ങളായി 10,000-കണക്കിന് പേരാണ് എത്തിച്ചേർന്നത്. കാലിക്കടവിലേക്ക് ഒഴുകിയെത്തിയ ജനപ്രവാഹം സർക്കാരിന്റെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് കരുത്താകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു ഈ പരിപാടിയിൽ പങ്കാളികളാകാൻ എത്തിച്ചേർന്നത് എന്നത് സംഘാടക മികവിൻ്റെ ജനങ്ങൾക്ക് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാനുമുള്ള കൗതുകത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പോയ വർഷങ്ങളിൽ നമ്മുടെ സംസ്ഥാനം കൈവരിച്ച അഭൂതപൂർവമായ വികസന നേട്ടങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെടാനാണ് ജനങ്ങൾ ഇവിടെ എത്തിയത്. ആ ബോധ്യപ്പെടൽ സർക്കാരിൻ്റെ കരുത്തിന് കൂടുതൽ ഊർജം നൽകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മേളയിലെ മികച്ച തീം സ്റ്റാൾ, മികച്ച സർവീസ് സ്റ്റാൾ, മികച്ച കൊമേഴ്ഷ്യൽ സ്റ്റാൾ, മികച്ച പവലിയൻ എന്നിവയ്ക്കുള്ള പുരസ്കാര വിതരണം, മേളയുടെ ഭാഗമായി വിവിധ വിഭാഗക്കാർക്കായി സംഘടിപ്പിച്ച ക്വിസ് മത്സരം, റീൽസ് മത്സരം, ജനപ്രതിനിധികൾക്കും മാധ്യമ പ്രവർത്തകർക്കും നടത്തിയ ഫുട്ബോൾ മത്സരം, ഷോപ്പുകൾക്ക് നടത്തിയ അലങ്കാര മത്സരം തുടങ്ങിയവയുടെ വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്തു. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളും പ്രദർശന വിപണന മേളയും വൈകിട്ട് 5 മുതൽ 10 വരെ നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളും മേളയുടെ മാറ്റുകൂട്ടി. വിവിധ വകുപ്പുകൾ തത്സമയ സേവനങ്ങൾ സ്റ്റാളുകളിൽ നൽകുമ്പോൾ മറ്റു വകുപ്പുകൾ വിവിധ നിർമ്മിതികളുടെയും സേവനങ്ങളുടെയും പ്രദർശനം സാധ്യമാക്കി. വിവിധ തീം പവലിയനുകൾ, വിപണന സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, എല്ലാ ദിവസവും നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ, കാർഷിക പ്രദർശനം, പെറ്റ് ഷോ, കിഡ്സ് സോൺ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വെർച്വൽ റിയാലിറ്റി തുടങ്ങിയവ പുത്തൻ അനുഭവമായി മാറി. വ്യാപാര വിപണന മേളയ്ക്കും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.